Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ആളുടെ ഫോട്ടോ മേളിലൊന്ന് പ്ലേസ് ചെയ്തേ. ഓക്കെ. ഓക്കെ, ലുക്ക് അപ്പ് ആൻഡ് സ്റ്റാർട്ട് കിസിങ്. കൂടുതലും നമ്മുടെ എക്സ്പ്രഷൻസിലൂടെയാണ് ഈ പല റിങ്കിൾസ് വരുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്കും 11 ലൈൻസ് വരുന്നു, ഇവിടെ നമ്മുടെ ഫോർഹെഡ് ലൈൻസ് വരുന്നു. ഇതുപോലെയാണ് നമ്മൾ കുഞ്ഞിലെ മുതൽ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതാ. അത് കഴിഞ്ഞ ശേഷം ഫോണായി, അതിനുശേഷം ലാപ്ടോപ്പായി, ഇവിടെ എല്ലാം ഫോൾഡ് വന്നുകൊണ്ടിരിക്കുക. 20 വർഷങ്ങൾക്ക് ശേഷമാണ് അവരവരുടെ കോളർ ബോൺ കാണുന്നത്. ഇതല്ലേ അതെ, പണ്ടൊക്കെ നമ്മൾ പട്ടിണി കിടന്ന് വരുന്നതെന്ന് പറയുന്നത്, പക്ഷെ ഇപ്പൊ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. കുറച്ചധികം ആൾക്കാർ പറയാൻ തുടങ്ങി ഫാമിലിയായിട്ട് സെറ്റിലായി, ഇനി പടമൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം ഇതങ്ങനെയല്ല, ഇന്ന് ആളുകളിലേക്ക് കൺവിൻസ് ചെയ്യാൻ എൻ്റെ ബെസ്റ്റ് സോഴ്സ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. എനിക്ക് ബീങ് എ പാർട്ട് ഓഫ് പ്രോജക്റ്റിനെ കാട്ടി ആ ഒരു സിനിമ കഴിയുമ്പം എനിക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ അതിലുണ്ടാവണം. ഞാൻ അങ്ങനെ കുറച്ച്, എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇത്ര ചൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തില്ല. ആദ്യമേ എന്തിനാണ് ഇത്ര ചൂസ് ചെയ്യാവുന്നതെന്ന് എനിക്കറിയത്തില്ല. ചേച്ചി ഒന്ന് ആലോചിക്കണം, 1-2 അല്ല 1.5 ലക്ഷം ആൾക്കാർ ഈ ഒരു പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഇത്രയും ലൈംഗിക ദാരിദ്ര്യം വരാൻ എന്താണ് ഇതിനകത്തുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു അവർ ഷോ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പാർവതി കൃഷ്ണ. എനിക്ക് പാർവതീനെ ഐ തിങ്ക് യു ആർ എ വെരി വെരി സ്പെഷ്യൽ പേഴ്സൺ. കാരണം പല കാരണങ്ങളാൽ. ആൻഡ് ബിഫോർ എവറിത്തിങ് എൽസ് ലെറ്റ് മീ വെൽക്കം യു ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് യു മെയ്ഡ് ഓൾ ദി എഫേർട്ട് ടു കം ഡൗൺ. താങ്ക് യു പാർവതി. തീർച്ചയായിട്ടും ധനി ചേച്ചി വിളിച്ചാൽ ഒരു വെളിപ്പുറത്ത് ഞങ്ങളുണ്ട്. താങ്ക് യു പാർവതി. ഞാൻ പാർവതിയുടെ പ്രൊഫൈൽ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടി എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് കൊണ്ട് നടക്കുന്നത്? അതായത് 2 ബിസിനസ്സസ് ആസ് ഇറ്റ് ഈസ് ഉണ്ട്. ഒരു ഇൻറ്റീരിയർ ഡിസൈനർ, ഒന്ന് ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ്, ക്ലോതിങ് റിലേറ്റഡ്, പാർഷ അല്ലേ, വിച്ച് ഇസ് വാട്ട് യു വെയറിങ്. പിന്നെ അതല്ലാതെ യു ഡു ഫേസ് യോഗ ക്ലാസ്സസ്, യു ആർ എൻ ആക്ടർ. അത് പോരാഞ്ഞിട്ട് കുഞ്ഞുണ്ട്, അച്ചുകുട്ടനുണ്ട്, അവനെ നോക്കണം. എല്ലാ കാര്യങ്ങളും ഫാമിലി, വർക്ക്, മൾട്ടി ടാസ്കിങ്, ഇതെല്ലാം ഒന്നിച്ച് കൊണ്ട് നടക്കുന്ന എനിക്ക് സാധിക്കാത്ത കാര്യമാണ്. ആൻഡ് therefore I find it very inspiring. It is unbelievable how you do it. The energy that you have. Tell me about this journey. Why are you taking on so much? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് എഫേർട്ടിൻ്റെ ആവശ്യം വരാറില്ല. തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള എഫേർട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഉറപ്പായിട്ട് സമയം കണ്ടെത്തും. ഇപ്പം ചേച്ചിക്ക് ഈ ഒരു ഷോ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും സന്തോഷത്തിൻ്റെ പുറകെയാണ്. സോ ഇതൊന്നും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല. ഈവൻ ഫേസ് യോഗയുടെ ക്ലാസ് ആണെങ്കിലും ശരി, പാർഷ്യലാണെങ്കിലും ശരി, ഇൻറ്റീരിയർ ആണെങ്കിലും ശരി, ഇതൊക്കെ അത്. പിന്നെ അച്ചു എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്. അപ്പം ഇതെല്ലാം ഒരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ്. ഇറ്റ്സ് മൈ ഹാപ്പിനെസ് പ്രോജക്റ്റ്. അതെ. ആൻഡ് സിവിൽ എഞ്ചിനീയറാണ്. അതെ. പണ്ട് മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു? അന്നും ഇങ്ങനെ പല കാര്യങ്ങളും ജഗ്ലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു? അതോ ഇസ് ഇറ്റ് സംതിങ് ലൈക്ക് ദാറ്റ് യു ഹാവ് ഡിസ്കവേർഡ് അലോങ്? അല്ല, ഞാനൊരു 10th തൊട്ടേ ചെറിയ രീതിയിലൊക്കെ പോക്കറ്റ് മണി കണ്ടെത്തിയിരുന്ന ഒരാളാണ്. ഞാൻ റെക്കോർഡൊക്കെ വരച്ചിട്ട് ഒരു പേജിലെ റെക്കോർഡൊക്കെ വരയ്ക്കുക, 5 രൂപ വാങ്ങിക്കും. അതിൻ്റെ പോക്കറ്റ് മണി ആയിരുന്നു. ഞാൻ 12th ഞാൻ ചങ്ങനാശ്ശേരി ക്രിസ്ത്യോതിയിലാണ് പഠിക്കുന്നത്. അന്ന് ഇതുപോലെയായിരുന്നു. ഞാൻ സാരി ഉടുപ്പിച്ച് ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഓണത്തിനൊക്കെ കൂടുതൽ അവിടെ NREs ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ സാരി ഉടുക്കാൻ അറിയാത്തവരുണ്ട്. 25 രൂപ അന്നത്തെ 25. പക്ഷേ 12th പഠിക്കുമ്പോൾ ഞാൻ 2012 12th പഠിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിലെല്ലാം ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരുന്നു. എൻ്റേതായിട്ടുള്ള പോക്കറ്റ് മണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഉള്ളതാണ് ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. അത് ഗ്രാജുവലി എനിക്കൊന്ന് എൻ്റെ ഒരു ലൈഫിൻ്റെ പാർട്ടായിട്ട് മാറിയൊന്നു. ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്തൊന്നല്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് അതെൻ്റെ ലൈഫിൻ്റെ പാർട്ടായിട്ട് മാറിയെന്നാണ്. ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയത് എന്തുകൊണ്ടാണ്? വീട്ടിൽ അമ്മ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അപ്പം അമ്മയാണെങ്കിലും എല്ലാത്തിലും ഇങ്ങനെ കൺട്രോൾഡ് ആയിരുന്നു. അമ്മ മാത്സ് കൂടാണ്. അപ്പം എല്ലാം കണക്കാ, എല്ലാത്തിനും സ്ട്രിക്റ്റ് ആണ്, കുറച്ചധികം സ്ട്രിക്റ്റ്. എന്നെ വേറൊരു കോക്കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും ചേരുന്ന ഇഷ്ടമായിരുന്നില്ല, ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അച്ഛനായിരുന്നു അന്നത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ കുരുത്തക്കേട് ഉൾപ്പെടെ അച്ഛനിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ക്രിയേറ്റീവ് സൈഡിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയണേ? ആ സമയത്ത് ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അത് അമ്മ അറിയാതെ ചെയ്യും. ഞാൻ അമ്മ അറിയാതെ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. ആൻഡ് ഞാൻ അത്യാവശ്യം എല്ലാ കോമ്പറ്റീഷൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സ്കൂളിൽ നിന്ന് തന്നെ ഞാൻ ചെറിയ രീതിയിൽ അന്ന് ചെറിയ രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഈ കവിതയൊക്കെ പഠിച്ചിട്ട് ഞാൻ പോയി റെസിറ്റേഷൻ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റേതായിട്ടുള്ള സോഴ്സിൽ ഞാൻ കണ്ടെത്തി ഞാൻ
പാർട്ടിസിപ്പേറ്റ്. പക്ഷെ അമ്മയ്ക്കൊന്നും ഇഷ്ടമായിരുന്നില്ല. അമ്മയ്ക്ക് ഞാനൊരു ജോലിയൊക്കെ കിട്ടി, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറായിട്ട് ഞാൻ സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു അമ്മയെന്ന്. അച്ഛനായിരുന്നു പക്ഷേ എല്ലാത്തിലും എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം വീട്ടിലാണെങ്കിലും ഒരു പോയിന്റ് എത്തിയ സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമ്മൾ ക്രൈസിസ് വന്നൊരു ടൈം ഉണ്ടായിരുന്നു. അന്ന് ഈവൻ സ്കൂളിൽ ടൂർ പോകാൻ പോലും എൻ്റെ കാശില്ല. അപ്പം അമ്മയും തരത്തില്ല. അന്ന് എനിക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു. അപ്പം ഞാൻ തമാശയ്ക്കാണെങ്കിൽ അമ്മയോട് പറയും, ഞാനൊരിക്കൽ ജോലി കിട്ടിയിട്ട് ഞാൻ ഈ കാശെല്ലാം കൂടെ ഞാൻ അമ്മയ്ക്ക് തന്നോളാം, ഞാൻ തമാശയ്ക്കെന്ന് പറഞ്ഞോളൂ. പക്ഷെ അതെവിടെയോ എൻ്റെ മനസ്സിൽ കിടന്നതായിരിക്കണം. അന്നോട്ട് ഞാൻ വിചാരിച്ചാണ് ഒരു രീതിയിലും ഒരാളോട് ഞാൻ കാശ് വയ്ക്കേണ്ട അവസ്ഥ വരരുത്. എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജിലൊക്കെ ഞാൻ ഒരുപാട് ഞാൻ പേ ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്കൂളിൽ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് മുതലേ ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ട്രീക്ക് ഉണ്ടല്ലേ? ഉണ്ട്. അത് സെൽഫായിട്ട് ഏൺ ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അത് ബിസിനസ് ആണോ എന്നുള്ളത് എനിക്ക് ഇപ്പം അറിയത്തില്ല. പക്ഷേ അന്ന് സെൽഫായിട്ട് ഏൺ ചെയ്യുക, എന്തായാലും സ്വന്തം കാര്യത്തിന് ഒരാളുടെ മുന്നിലും കൈനീട്ടരുത് എന്നൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. ആക്ടിങ്ങിലേക്ക് തിരിയാനുള്ള കാരണം എന്താ? ആക്ടിങ് ഇതെല്ലാം എൻ്റെ ലൈഫിലേക്ക് വന്നു ചേർന്ന ഒന്നാണ്. ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് കുറച്ച് പേര് അന്നൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ട്, അമിഗോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. ഓക്കെ. അതിനകത്ത് ചുമ്മാ ചെയ്തു, പക്ഷെ അത് ഇറങ്ങിയിട്ട് പോലും ഇല്ല. പക്ഷെ അതിലൊരാൾ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഒരു സിനിമ ചെയ്യുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ്സിലിരുന്ന സമയത്താണ് എനിക്കത് കോൾ വരുന്നത്. എന്താണ് ഇൻഡസ്ട്രി, എന്താണ് സിനിമ, ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. എവിടേക്കോ ഉള്ളിൽ ഞാനിങ്ങനെ 10th എൻ്റെ ഓട്ടോഗ്രാഫിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എന്താണ് ആവണം എന്നുള്ളതിൽ ഞാൻ ആക്ട്രസ് ആൻഡ് സിവിൽ എഞ്ചിനീയർ എന്നാണ്. സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത് മറ്റേ വീടിൻ്റെ പടം ചുമ്മാ ഇങ്ങനെ വരയ്ക്കുന്നതാണ്, 4 വര വരയ്ക്കുന്നതാണ് സിവിൽ എഞ്ചിനീയറിംഗ്. ആക്ട്രസ് എന്ന് ഞാൻ എന്തോ ഇതിൽ എഴുതിയതാണ്. പക്ഷേ നമ്മൾ പറയത്തില്ലേ വേർഡ്സിന് അത്രയും പവർ ഉണ്ടെന്ന് പറയുന്ന പോലെ, അത് യൂണിവേഴ്സ് കറങ്ങി തിരിഞ്ഞ് എന്നെ അവിടേക്ക് എത്തിച്ചു എന്നതാണ് എനിക്ക് വിശ്വാസം വന്നത്. അവിടെ നിന്ന് കെ രാജു സാറിൻ്റെ അസിസ്റ്റൻറ്റ്, അദ്ദേഹം എന്നെ കാണുന്നു. ഞാൻ സാറിൻ്റെ 2 സീനിൽ ചെയ്യുന്നുണ്ടായിരുന്നു അടുപ്പിച്ച്. പിന്നെ ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ട് അപ്പോഴത്തേക്ക് എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇതെല്ലാം എഞ്ചിനീയറിംഗിന് ഇടയ്ക്കാണ് ചെയ്യുന്നത്. അപ്പം കോളേജിൽ ഭയങ്കര ഇഷ്യൂ ആണ്, കാരണം അറ്റൻഡൻസ് ഷോർട്ടേജ് വരുന്നു. പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ അറ്റൻഡൻസ് ഷോർട്ടേജ് വരുന്നു. കോർട്ട് ഓർഡർ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അത്രയും റിസ്ക് എടുക്കും, കാരണം എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ കോർട്ട് ഓർഡർ വെച്ചിട്ട് എക്സാം എഴുതുന്നു. അതിനുശേഷമാണ് ഐ വാസ് വർക്കിംഗ് ആസ് എ പ്രോജക്റ്റ് എഞ്ചിനീയർ. ഞാൻ ഫുൾ രാവിലെ 6:30 സൈറ്റിൽ പോകുന്നു, വൈകിട്ട് 6:30 വരെ സൈറ്റിൽ, 2 മണിക്കൂർ ഓഫീസ്, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നു. പിന്നെ അതൊരു റുട്ടീനായിരുന്നു. അതിനുശേഷമാണ് പതുക്കെ വീണ്ടും മാലിക്കിലേക്ക് ഇതുപോലെ ഒരു ദിവസം കോൾ വരുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും സിനിമയെ തേടി ചെന്നത്, സിനിമ എന്നെ തേടി വന്നത്. മാലിക്കിൽ ഓഡിഷൻ ഉണ്ടായിരുന്നു? ഓഡിഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഹൗ വാസ് ഈ ഓഡിഷൻ ലൈക്ക്? എന്താണ് പറഞ്ഞത് ആ സമയത്ത് ചെയ്യാൻ? എന്നോട് ആ ഒരു ക്യാരക്ടർ പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ക്യാരക്ടർ പറഞ്ഞു, ഞാൻ കുറച്ച് എൻ്റേതായിട്ടുള്ള രീതി ചെയ്തു. അന്ന് എന്നോട് മഹേഷ് ഏട്ടൻ ചോദിച്ചൊരു കാര്യമുണ്ട്, തിയേറ്ററിൽ വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് എന്താണ് മഹേഷ് ഏട്ടൻ പറഞ്ഞത് അത് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു പോയിന്റ് ചോദിച്ചത് പോലും എൻ്റെ ഉള്ളിലെ ആക്ടർ എനിക്ക് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് ഈ കോന്നി എന്ന് പറയുന്നത്, വീണ്ടും തന്നെ കോന്നി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന കുട്ടിക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. വീട്ടിലാരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഇരുന്നിട്ട് പോലും അച്ഛനായിരുന്നു അന്നും സപ്പോർട്ട്. അച്ഛൻ കാരണമാണ് ശരിക്കും ഞാൻ മാലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ ഷർമി എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരും ശ്രദ്ധിച്ച ഒരു ക്യാരക്ടറാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ സീനാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ വേറൊരു സിനിമ അതിലും ബേസിലിൻ്റെ കൂടെ ചെയ്തു. പക്ഷേ ഈ ഒരു മൊമെൻറ്റം പിക്കപ്പ് ചെയ്ത് വന്നപ്പോൾ ആ വേണ്ട രീതിയിൽ അത് അങ്ങോട്ട് പോകണില്ല. വാട്ട് യു തിങ്ക് ഇസ് എ റീസൺ? മാലിക്ക് കഴിഞ്ഞ സമയത്താണ് അച്ചു ഉണ്ടാവുന്നത്. മാലിക്ക് ഇറങ്ങുന്നു, അച്ചു ഉണ്ടാവുന്നു. ഞാൻ ആ സമയത്ത് ഒരു 30 kg ഗെയിൻ ചെയ്യുന്നു. അപ്പം അതിൽ നിന്നുള്ളൊന്ന് റെഡ്യൂസ് ചെയ്യുന്ന പഴയ ക്യാരക്ടറിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ആളുകൾ എന്നെ കണ്ടിട്ടുള്ളത്. അപ്പം അതിനുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞു. അപ്പോഴത്തേക്കും കുറച്ചധികം ഇൻഡസ്ട്രിയിൽ നിന്നും കുറച്ചധികം ആൾക്കാർ പറയാൻ തുടങ്ങി ഫാമിലിയായിട്ട് സെറ്റിലായി, ഇനി പടം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം ഇതങ്ങനെയല്ല എന്ന് ആളുകളിലേക്ക് കൺവിൻസ് ചെയ്യാൻ എൻ്റെ ബെസ്റ്റ് സോഴ്സ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല കഥാപാത്രങ്ങൾ വന്നാൽ എനിക്ക് ചെയ്യണം. ഇപ്പം തുടരൂലാണെങ്കിലും തരുൺചാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ ഫർഹാൻ ഫാസിലിൻ്റെ അനിയത്തിയായിട്ടുള്ള ക്യാരക്ടർ. പക്ഷെ എനിക്ക് പെർഫോം ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളൊരു സാധനം അതിലുണ്ടായിരുന്നു. അപ്പം ഞാൻ തരുൺചേട്ടനോട് തന്നെ പറഞ്ഞു, തരുൺചേട്ടൻ എനിക്ക് ചേട്ടൻ എന്ന ടെക്നീഷ്യൻ്റെ കൂടെ എനിക്ക് കുറച്ചധികം വർക്ക് ചെയ്യണം. എനിക്കൊരു കുഞ്ഞ് പാർട്ടായിട്ട് വന്ന് പോകുന്നതിനെക്കാട്ടി എനിക്ക് കുറച്ചധികം നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് ബീങ് എ പാർട്ട് ഓഫ് പ്രോജക്റ്റിനെ കാട്ടി ആ ഒരു സിനിമ കഴിയുമ്പം എനിക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ അതിലുണ്ടാവണം. ഞാൻ അങ്ങനെ കുറച്ച്, എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇത്ര ചൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തില്ല. ആദ്യമേ എന്തിനാണ് ഇത്ര ചൂസ് ചെയ്യാവുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന അതാണ്, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ഇതുപോലെ സീരിയൽസ് ചെയ്യുമ്പോഴും സിനിമ ചെയ്യുമ്പോഴും സാറ്റിസ്ഫാക്ഷൻ കോഷ്യന്റിൽ വിച്ച് വാസ് മോർ സാറ്റിസ്ഫൈങ് ഫോർ യു ആസ് എൻ ആർട്ടിസ്റ്റ്? സിനിമ തന്നെയാണ്. സിനിമയുടെ ഒരു വാല്യൂവും
ഒരു വേറെ ലെവലാണ്. അത് സീരിയൽ ചെയ്യുമ്പം ഈ പറയണ പോലെ അത് ഭയങ്കരമായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു സീരിയൽ നടി എന്നൊരു കാറ്റഗറൈസേഷൻ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സീരിയലിൽ നിന്ന് കംപ്ലീറ്റ്ലി ബൈ പറഞ്ഞാലേ സിനിമയിലേക്ക് നമുക്കൊരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്നില്ല. ഇല്ല, ഞാൻ സീരിയൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ആ പ്രോജക്റ്റ് കണ്ട മാലിക്കിലേക്ക് എനിക്ക് കോൾ വരുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമുക്ക് കോള് വന്നിരിക്കും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്വാസികയൊക്കെ. സ്വാസികയൊക്കെ ലോങ് ടേമിൽ സീരിയൽ ചെയ്തിരുന്ന ആളാണ്. എന്തോരം ഇപ്പം പാൻ ഇന്ത്യ ലെവലിൽ ആളിപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോള് വരും. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരു സമയം വേണം, അതിൻ്റേതായിട്ടുള്ള ഒരു അനുഗ്രഹം ആ ടൈമിൽ വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫേസ് യോഗ, എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഇതിനെക്കുറിച്ച്. ഞാൻ ഓണസ്റ്റ്ലി ഞാൻ വിചാരിച്ച പാർവതി ഇത്രയും എസ്പെഷ്യലി ഈ ജോ ലൈൻ ആൻഡ് ഓൾ ദാറ്റ്, ഈ ഒരു ഡെഫിനേഷൻ വന്നത് ഇസ് ത്രൂ ഫില്ലേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ലേഴ്സ് യൂസ് ചെയ്തിട്ട് ഉള്ള ആ ഡെഫിനേഷൻസ് ആണെന്നാണ് ഞാൻ ഇത്രയും നാളും കരുതിയിരുന്നത്. അതിനുശേഷം ഞാൻ ഈ പേജ് നോക്കുമ്പോഴാണ് ഫേസ് യോഗയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നത്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഐ റെഡ് അപ്പ് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഇറ്റ്. ഈ ഫേസ് യോഗയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദിസ് ഏരിയ ആൻഡ് യു ആർ എ ട്രെയിനർ? അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയൂ. വെൻ ഡിഡ് യു സ്റ്റാർട്ട് വിത്ത് ഫേസ് യോഗ? ഒരു സ്കിൻ കെയറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ചെറിയ രീതിയിൽ അത്യാവശ്യം എനിക്ക് നല്ല സ്കിന്നാണെന്ന് എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അതിനെ കുറച്ചുകൂടെ ടേക്ക് കെയർ ചെയ്താൽ നല്ലതായിരിക്കും തോന്നി. കാരണം 30 ഒക്കെ അടുക്കും തോറും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നല്ലതാണെന്ന് അന്ന് ഞാൻ വായിക്കുമായിരുന്നു. അപ്പം മോനുണ്ടായ സമയത്താണ് ശരിക്കും ഇത് തുടങ്ങുന്നത്. അവനാണ് ശരിക്കും എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നത്. എന്നെ കുറച്ചുകൂടെ ഡ്രീം ചെയ്യാൻ പഠിപ്പിച്ചതൊക്കെ അച്ചുവാണ്. കാരണം എൻ്റെ സ്കിന്നിനെ കുറച്ചുകൂടെ ഞാൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ്. അതുപോലെ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ ചെയ്യാൻ തോന്നിയത് അപ്പോഴാണ്. ഓക്കെ, അത് എന്തോ ഒരു പോയിന്റ് ഉണ്ട്, പക്ഷെ അതെന്താണെന്ന് ഞാനും ഇതുവരെ റെക്കഗ്നൈസ്. പക്ഷെ അച്ചുവാണ് എന്നെ ഒരുപാട് കുറച്ചുകൂടെ ഡ്രീം ചെയ്യാൻ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്കിൻ കെയറിൽ അന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ചെറിയ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും യെസ്, അത് ആളുകൾക്ക് ഒരുപാട് ഹെൽപ്പ് ആവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എഫക്റ്റീവ് ആണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇടത്തില്ല ആ പ്രൊഡക്റ്റിനെ പറ്റി. ഞാൻ അങ്ങനെയാണ്. അതിപ്പോൾ എത്ര പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞാലും ഞാൻ ആ പ്രൊഡക്റ്റ് ഇടത്തില്ല. അത് എനിക്ക് വർക്കാത്തില്ല. ചിലപ്പം ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും വർക്കാവണോ നിർബന്ധമില്ല. പക്ഷെ എനിക്ക് വർക്കായ പ്രൊഡക്റ്റ് ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അവിടുന്ന് തുടങ്ങിയ ഒരു ജേണിയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ബോഡി ഭയങ്കരമായിട്ട്, എൻ്റെ വെയിറ്റ് ലോസ് ഞാൻ ഇൻ ബിറ്റ്വീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ഡെലിവറി. അപ്പം ആ ഒരു 30 kg കുറച്ചപ്പോൾ എൻ്റെ ഫേസ് മാത്രം കുറയുന്നില്ല. അപ്പം ഞാൻ നോക്കിയത് എന്താ കുറയാത്ത, ക്യാമറയിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബൾക്കി ആയിട്ട് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ബോഡി കുറഞ്ഞാലും ഫേസ് ഭയങ്കര ബൾക്കി. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരണം തോന്നി. അങ്ങനെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത സമയത്ത് ഫസ്റ്റ് വന്നത് ബോട്ടക്സ് ആൻഡ് ഫില്ലേഴ്സ് ആയിരുന്നു. അപ്പം അത് ബോട്ടക്സ് ആൻഡ് ഫില്ലേഴ്സ് എനിക്ക് ചെയ്യാൻ ആ സമയത്ത് താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ നോക്കി നാച്ചുറലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഫേസ് യോഗ കാണുന്നത്. അപ്പോൾ എന്താണ് ഫേസ് യോഗ ഒന്നും അറിയത്തില്ല. പിന്നെ അതിനെപ്പറ്റി ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങി. ചെറിയ രീതിയിൽ യൂട്യൂബ് കണ്ട് അത് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. കുറേ ദിവസം ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഫേസിൽ കണ്ടു തുടങ്ങി. ലൈക്ക് സ്കിന്നിന് ഗ്ലോ വരാൻ തുടങ്ങി. പതുക്കെ എൻ്റെ ജോ ലൈൻ പതുക്കെ വിസിബിൾ ആവാൻ തുടങ്ങി. കോളർ ബോൺ പതുക്കെ വിസിബിൾ ആവാൻ തുടങ്ങി. കോളർ ബോൺ വരെ? ഓക്കെ. ഫസ്റ്റ് എൻ്റെ ക്ലാസ്സിലെ ആൾക്കാർ പറയുന്നത് അവരുടെ കോളർ ബോൺ വിസിബിൾ ആവുന്ന എത്രയോ 20 വർഷങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ് പറഞ്ഞു 20 വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ കോളർ ബോൺ കാണുന്നത്. ഇതല്ലേ? അതെ, പണ്ടൊക്കെ നമ്മൾ പട്ടിണി കിടന്ന് വരുന്നതെന്ന് പറയുന്നത്, പക്ഷെ ഇപ്പൊ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ് കോളർ ബോൺ. അത് ഫോട്ടോയിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ടൊക്കെ. ജോയിൻ ചേച്ചി. അങ്ങനെ പതുക്കെ ഇവരുടെ ട്രാൻസ്ഫോർമേഷൻ കാണും തോറും എനിക്ക് ഭയങ്കര സന്തോഷം വരാൻ തുടങ്ങി. ഒരാളെ ചെയ്യാൻ തുടങ്ങി, 2 പേരെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ 800 സ്റ്റുഡൻസിനെ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഫേസ് യോഗ എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു വശം ഞാൻ വായിച്ചിട്ടില്ല, ദാറ്റ് നമ്മുടെ സ്കിൻ ഡ്രൂപ്പി ആവാനോ അല്ലെങ്കിൽ മസിൽസ് സാഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, മറുവശവും കേട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ടു പ്ലേ ദ ഡെവിൾസ് അഡ്വക്കേറ്റ്, ഡസ് ദാറ്റ് റിയലി ഹാപ്പൻ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക ഇൻ സർട്ടൻ കേസസ്? ജിമ്മിൽ പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് വൺ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ചിലപ്പം അതുപോലെ തന്നെ പോയ സാധനം തിരിച്ചു വരും. അത്രേ ഉള്ളൂ. ഫേസിൽ 57+ മസിൽസ് ഉണ്ട്. 57+ മസിൽസ് ഉണ്ട്. അപ്പം ഈ ഒരു മസിൽസിനെ എല്ലാം നമ്മളൊന്ന് ടോൺ ചെയ്തിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും പഴയ പോലെ ആവും. അത്രേ ഉള്ളൂ. എനിക്ക് ഫ്രീയിൽ 2 ക്ലാസ് വേണം. പിന്നെന്താ? ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ഈ ഡബിൾ ചിൻ റിമൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ്, വേറെ ഒന്നും അപ്ലൈ ചെയ്യണ്ട. പൊതുവേ നമ്മൾ ഡബിൾ ചിൻ അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും മസാജ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ ക്ലയൻസിനോട് എപ്പോഴും പറയുന്ന യു ഷുഡ് യൂസ് എ ഫേഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ. ഒരിക്കലും നമ്മൾ ബേ ഫേസിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, സ്കിന്നിലൊന്നും പ്രെപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല. പക്ഷേ അലർജിയുള്ള ഫേസ് യോഗാസ് നമുക്ക് വിത്തൗട്ട് ഈ മസാജ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ഹാൻഡ്സ് ഓൺ യുവർ ചെസ്റ്റ്. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരാളെ മനസ്സിലാലോചിച്ചേ. ഓക്കെ, ആലോചിച്ചോ? ആളുടെ ഫോട്ടോ മേളിലൊന്ന് പ്ലേസ് ചെയ്തേ.
ഓക്കെ ഓക്കെ ലുക്ക് അപ്പ് ആൻഡ് സ്റ്റാർട്ട് കിസ്സിങ്. നല്ലപോലെ പൗട്ട് ചെയ്ത് കിസ് ചെയ്യണം. ലൈക്ക് ദാറ്റ്. Yeah. It works. That's it? Yeah. അതൊരു 20 counts 20 into 3 ചെയ്യാം. Oh, so basically you are sucking in your muscles here. This is being tightened. ചേച്ചിക്ക് തന്നെ മനസ്സിലാവും എന്തോ ഒരു സ്ട്രെച്ച് ഇവിടെ ആവുന്നുണ്ടെന്നുള്ളത്. stretch ആവുന്നുണ്ട് and I feel the stretch completely all the way to the jaw. And also ഇത് ഡബിൾ ചിന്നൊക്കെ ഇഷ്ടംപോലെ എളുപ്പത്തിൽ പോകുന്നു. എളുപ്പത്തിൽ പോകുന്നു. ഞാൻ മിക്ക സമയങ്ങളിലും ഇരിക്കുന്ന ഇങ്ങനെ. That gives you the structure here or for here? എവിടത്തേക്കുള്ള ഈ ഒരു കോണ്ടൂർ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. Yeah, I can see that here. Yeah. നാച്ചുറൽ കോണ്ടൂർ ഈ ലൈൻസും ലൈൻസിനെല്ലാം നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാറുണ്ട്. കാരണം നമുക്കൊരു പ്രായം കഴിഞ്ഞ് എസ്പെഷ്യലി ഒരു 30 കഴിയുമ്പോൾ ചെറിയ ചെറിയ ലൈൻസ് വന്നു തുടങ്ങും. ഈ ഒരു ഏരിയ, ഈ ഒരു ക്രോഫിറ്റ് വന്നു തുടങ്ങും. ഇതിനെല്ലാം പ്രോപ്പർ മസാജ് ചെയ്ത് പ്രോപ്പർ എക്സസൈസ് ചെയ്ത് ഇതെല്ലാം മാറും. ഏറ്റവും വലിയൊരു റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഫേസ് യോഗ ചെയ്തിട്ട് പാർവതിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ക്ലയൻസിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലയൻസിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? which you would like to share? എല്ലാം എനിക്കൊന്ന് ഈ ഒരു 800 ക്ലയൻസും അവരുടെ ഒരു ജേർണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഹിറ്റ് ചെയ്ത 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ക്ലയൻറ്റ്, പുള്ളിക്കാരിയായിരുന്നു എൻ്റെ ഫസ്റ്റ് പേഴ്സണൽ ക്ലയൻറ്റ്. ഒരു ന്യൂറോ ഇഷ്യൂസ് വന്ന് ഒരു സൈഡ് ഫുൾ ഡ്രൂപ്പിയായി. ഓക്കെ. ഒരുപാട് അവർ ഫിസിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മെഡിസിൻസ് ഒരുപാട് ഇൻടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അവരുടെ ഒരു 50 to 60% ക്യൂറായി. ആ ഡ്രൂപ്പി ആയതെല്ലാം ലിഫ്റ്റഡായി. അന്ന് അവരുടെ നിന്ന് എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. അതൊക്കെ എനിക്ക് വല്ലാത്ത പ്രചോദനം. രണ്ടാമത്തെ, ഇവരിൽ മിക്ക ക്ലയൻസും പറയുന്ന ഇപ്പം ഞങ്ങൾക്ക് കണ്ണാടി നോക്കിയിട്ട് ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങളെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. 20 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കോളർ ബോൺ കാണുന്നു, അല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം കണ്ണാടി നോക്കിയിട്ടൊന്ന് ചിരിക്കാൻ പറ്റുന്നു, ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നു. ഒരു സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ്മെന്റ് ഭയങ്കരമായിട്ട്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മെയിനായിട്ട് ഫുള്ളായിട്ട് ടോൺ ചെയ്യുക മാത്രമല്ല, അവരുടെ ഒരു കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കുറേ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. എസ്പെഷ്യലി സൈനസ് ഉള്ളവർക്ക്, മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇത് ബെറ്റർ ആയിട്ടുണ്ട്. ഹൗ ഇതെല്ലാം മസാജും പ്രോപ്പർ അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ക്ലിയർ ആയി പോകും അല്ലേ ഓട്ടോമാറ്റിക്കലി തന്നെ. ഓക്കെ. മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ഫേസ് യോഗ എക്സസൈസ്, ഏറ്റവും കോംപ്ലിക്കേറ്റഡ്, അതായത് ലെവൽ 3 കുറേ നാളിന് ശേഷം ഹീലാവാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ പറയുകയാണെങ്കിൽ ഇറ്റ്സ് നെക്ക് ഏരിയ. ഈ ലൈൻസ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നെക്കിലെ ലൈൻ. കാരണം കൂടുതലും നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന നോക്കുക, നമ്മൾ ഇങ്ങനെ നോക്കിയല്ലേ, കൂടുതലും നമ്മുടെ എക്സ്പ്രഷൻസിലൂടെയാണ് ഈ പല റിങ്കിൾസ് വരുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്കും ലെവൽ ലൈൻസ് വരുന്നു, ഇവിടെ നമ്മുടെ ഫോർഹെഡ് ലൈൻസ് വരുന്നു. ഇതുപോലെയാണ് നമ്മൾ കുഞ്ഞിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതാ. അത് കഴിഞ്ഞ ശേഷം ഫോണായി, അതിനുശേഷം ലാപ്ടോപ്പായി, ഇവിടെ എല്ലാം ഫോൾഡ് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത് മാറാൻ കുറച്ചധികം ടൈം എടുക്കാറുണ്ട്. പക്ഷേ ഈ ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും. ക്ലാസ്സിൽ വരുമ്പോൾ ശരിക്കും 30 മിനിറ്റ്സ് പോകുന്നത് അറിയത്തില്ല. ഇതിനകത്ത് ഏറ്റവും അധികം എളുപ്പം റിസൾട്ട് കാണുന്നത് എവിടെയാണ്? ഫസ്റ്റ് കോളർ ബോൺ ആയിരിക്കും വരുന്നത്, സെക്കൻഡ് ജോ ലൈൻ ആയിരിക്കും, തേർഡ് ഒരു ഗ്ലോ വരും ഫേസിൽ. ചിലവർക്ക് ഒരു 4th ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഗ്ലോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കൊളാജൻ നല്ലപോലെ ഇമ്പ്രൂവ്, കാരണം വി യൂസ് ടു ഡു ദിസ് ടാപ്പിംഗ്. ജസ്റ്റ് അപ്പോൾ സ്റ്റിമുലേറ്റ് ആയി ബ്ലഡ് സർക്കുലേഷൻ കൂടും, നാച്ചുറൽ കൊളാജൻ ബൂസ്റ്റ് ആവും. I'm sure you must be having a lot of celebrity clients. അവരുടെ പേര് റിവീൽ ചെയ്യാൻ പറ്റില്ലായിരിക്കും. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. കാരണം ഓൾറെഡി ഞാൻ പേജിൽ ഇട്ടിട്ടുണ്ട്, അവരെ പറ്റി ഇട്ടിട്ടുണ്ട്. സ്വാസിക എൻ്റെ ക്ലയൻ്റ് ആണ്, ശിവദ ചേച്ചി ക്ലയൻ്റ് ആണ്, ശ്രുതി ചേച്ചി ക്ലയൻ്റ് ആണ്, നിഖില 2 ദിവസം വന്നിട്ട് പോയി. അതുപോലെ പെപ്പെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് അതും കൺഫ്യൂഷൻ, ഇത് ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഫോർ എവ്രി വൺ, എല്ലാവർക്കും വേണ്ടി. എല്ലാവരുടെ ഫേസ് ഡിഫൈൻ ആവും അല്ലേ? അതെ, ഏർലി 20s to എനിക്കൊന്ന് 80 വയസ്സുള്ള ആളുകളൊക്കെ ക്ലയൻ്റ് ആയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡിസ്ക്ലെയിമർ ഉണ്ടോ പറയാൻ നെഗറ്റീവായിട്ട്? ആസ് എ പ്രാക്ടീഷണർ നമ്മൾ ഇന്ന ആൾക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ദിസ് ഇസ് സംതിങ് യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട്, ഇങ്ങനെ എന്തെങ്കിലും കാണുമോ ഫേസ് യോഗയിൽ? ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ ഞാൻ പേഴ്സണൽ ക്ലയൻ്റ് ആയിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. അതായത് ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ന്യൂറോ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ഒരിക്കലും ഗ്രൂപ്പിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പിമ്പിൾസ് ഉള്ളവർക്ക് അവർക്ക് ഞാൻ സ്പെഷ്യൽ കെയർ കൊടുക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ ഗ്രൂപ്പിലായിരിക്കും കയറുന്നത്, പക്ഷെ ഇത് ചെയ്യരുത് എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ഓക്കെ. പിന്നെ ഈ പറയുന്ന പോലെ പ്രഗ്നന്റ് ലേഡീസ് ജോയിൻ ചെയ്യാറുണ്ട്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞവർ, പോസ്റ്റ്മോർട്ടത്തിൽ നിൽക്കുന്നവർ ജോയിൻ ചെയ്യാറുണ്ട്. ഇവർക്കെല്ലാം കൊടുക്കുന്ന ഒരു പ്രോപ്പർ ഈ സ്ട്രെച്ചിങ് ഒക്കെ നമ്മൾ കുറച്ചേ കൊടുക്കാറുള്ളൂ. അതിൻ്റെ കൗണ്ട്സ് കുറച്ചായിരിക്കും കൊടുക്കുന്നത്. മൈഗ്രെയിൻ ഉള്ളവരെ ഞാൻ ഒരുപാട് ഹെഡ് ലിഫ്റ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. ഇതൊക്കെ ഗ്രൂപ്പിൽ വന്നാലും ആദ്യമേ ഞാൻ ഇതൊക്കെ പറയാറുണ്ട്. കാരണം സൈനസും മൈഗ്രെയിനും തലവേദനയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഒരുപാട് നേരം ലിഫ്റ്റ് ചെയ്തിരിക്കും, ബ്ലഡ് സർക്കുലേഷൻ തിരിച്ചാവല്ലേ. അപ്പോൾ അതിനെ പ്രോപ്പർ റിലാക്സ് ചെയ്യാം. അവർക്ക് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് 20 കൗണ്ട്സ് കൊടുക്കുന്നത്, ഇവർക്ക് ഞാൻ ചിലപ്പോൾ 10 കൗണ്ട്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യമേ ഇതൊക്കെ ഞാൻ ഇവരോട് പറയും.
ഇതൊക്കെ ചോദിക്കുകയും ചെയ്യണം ബിഫോർ യു സ്റ്റാർട്ട് അല്ലെ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷന്റെ കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നല്ലോ. ഹൗ ഡു യു ഡു ദാറ്റ്? ഇതിന്റെ ഡയറ്റിന്റെ ആവശ്യം എന്തിനാണ്? ഫേസിനല്ലേ? നമ്മൾ ഒരു 80% ഇപ്പം ഒരു വെയിറ്റ് ലോസിലാണെങ്കിലും 80% ഡയറ്റിലും 20% നമ്മൾ ചെയ്യുന്ന എക്സസൈസിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 80% ഡയറ്റിലാണ്. ബോഡി മസിൽസ് പോലെ തന്നെയാണ് ഫേസ് മസിൽസിനും അതിൻ്റെതായുള്ള നമ്മുടെ ഇൻടേക്ക് വരുന്ന സമയങ്ങളിലാണ് കൂടുതലും നമ്മുടെ ഫേസിൽ ആ ഒരു ഗ്ലോ വരുന്നത്. അത് പ്രോപ്പർ ഭയങ്കര ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ച് ഭയങ്കര ഷുഗർ കണ്ടന്റ് ഒക്കെ കഴിച്ചാൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പറയുന്ന പോലെ അത്രയും പ്രോപ്പർ റിസൾട്ട് കിട്ടുന്നത് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രോപ്പർ സ്കിൻ കെയറിലൂടെ, പ്രോപ്പർ ഇൻടേക്കിലൂടെ, പ്രോപ്പർ ഇൻസ്ട്രക്റ്റഡ് ഫേസ് യോഗയിലൂടെ നല്ലൊരു ഡിഫറൻഷൻ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ല, I could do the entire conversation on this, but ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് ഫുഡ് ദാറ്റ് എഫക്ട്സ് ഫേസ്? നമ്മളിപ്പം എന്ത് തരത്തിലുള്ള ഫുഡ് അവോയ്ഡ് ചെയ്താലാണ് പെട്ടെന്ന് ഒരു റിസൾട്ട് കാണുക? വേരീസ് വിത്ത് പീപ്പിൾ, ബട്ട് സ്റ്റിൽ ഷുഗർ ഓവർ ഈ പറയുന്ന ചോക്ലേറ്റ്സ് ഒക്കെ ഒരുപാട് ക്രേവിംഗ് ഉള്ളവരുണ്ടാവും. പായസം, എൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ ഒരു കുടം പായസം കൊടുത്ത് അപ്പം കുടിക്കും. അത്രയും ക്രേവിംഗ് ഉള്ള ആളാണ്. പക്ഷേ അത് പെട്ടെന്ന് ഏജിങ് ആക്കും നമ്മളെ. ഏജിങ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഷുഗർ കുറച്ച് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. ഓയിൽ ഫുഡ്സ് കുറച്ച് കൺട്രോൾ ചെയ്യുന്നത്, എസ്പെഷ്യലി ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അത് ഇത് മാത്രമല്ല, ഗട്ട് ഹെൽത്തും സ്കിന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫേസ് യോഗയിൽ കൂടെ പാർവതിയുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ആയിട്ടുണ്ട് അല്ലേ? ഇന്റേർണലി എന്താണ് ഷിഫ്റ്റ് ഉണ്ടായത്? ഇത് എത്ര നാളായി ചെയ്ത് തുടങ്ങിയിട്ട്? ലൈക്ക് ഇപ്പം ഈ ഒരു ഹീലിംഗ് ജേണിയിൽ ഒരുപാട് പേരെ ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഈ ഒരു ഹീലിംഗ് ജേണിയിൽ ഒരിക്കലും എൻ്റെ ലൈഫിൽ കിട്ടാത്ത ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. അവർക്ക് ചേഞ്ചായി, അവർക്ക് ഇങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പം എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. എൻ്റെ ഇതുവരെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ട് എനിക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 4 മാസത്തിൽ ഇവരുടെ ഓരോ വാക്കുകളും എനിക്ക് കിട്ടുന്ന ഒരു പവറുണ്ട്. അത് കുറച്ചുകൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ പഠിക്കാൻ എന്നെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ യോഗയെ പറ്റി, ഇപ്പം ഞാൻ പ്രോപ്പർ യോഗ അല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, ഫേസ് യോഗ മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം യോഗ ഞാൻ ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ് അടുത്തത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എനിക്കൊരു മോട്ടിവേഷനാണിത്. കമ്മിങ് ടു യുവർ വെയിറ്റ് ലോസ് ജേർണി, അതൊരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ പ്രായത്തിൽ ഐ നോ ഇറ്റ് ഈസ് എ ബിഗ് സ്ട്രഗിൾ. ഞാൻ 10 kilos ഓവർ വെയിറ്റ് ആണ്. എനിക്കത് ഫോർ ഹെൽത്ത് റീസൺസ് തന്നെ ഐ വോണ്ട് ടു റെഡ്യൂസ് ഇറ്റ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. ഞാൻ ഡയറ്റൊക്കെ ഓൾമോസ്റ്റ് ഒരു 70-80% ശ്രദ്ധിക്കുന്നുണ്ട്, എന്നിട്ട് പോലും ഇറ്റ് ഈസ് നോട്ട് ഈസി. അപ്പോൾ ഒരു വെയിറ്റ് ലോസുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ പലതരത്തിലുള്ള മെഡിസിൻസിൻ്റെ കാലമാണ്. അപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചുളുവിൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവും. യു ടെൽ മീ ദാറ്റ് യു ഹാവ് ഡൺ ദിസ് ഓർഗാനിക്കലി. അതെ, 30 kg. ഹൗ? എന്താണ്? ഓഫ് കോഴ്സ് എക്സസൈസ് യെസ് ഇസ് എ ബിഗ് പാർട്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ 80% ഡയറ്റ് ആയിരുന്നു. ഞാൻ അന്ന് ഒരു ടീമിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തിട്ട്, ഫിറ്റ് കപ്പിൾ എന്നായിരുന്നു ആക്ച്വലി അവരുടെ പേര്. അപ്പം അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ശരിക്കും ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി തുടങ്ങുന്നത്. മോന് 6 മാസമായപ്പോൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പതുക്കെ തുടങ്ങി ആദ്യത്തെ ഒരു 20 kg ഇറ്റ് വാസ് ഭയങ്കര ഈസി ആയിരുന്നു. 20 kg കുറയ്ക്കാൻ ഭയങ്കര എളുപ്പം. 20 kg കുറയ്ക്കാൻ എന്നോട് പറയാം. ചിലപ്പോൾ ആ സമയത്ത് അവൻ പാൽ കുടിക്കുന്നുണ്ട്, ലാക്ടേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അത് കുറയ്ക്കാൻ ഭയങ്കരമാണ്. പക്ഷേ ലാസ്റ്റ് 10 kg ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. അത് കുറയ്ക്കാൻ എനിക്ക് തോന്നുന്നു എനിക്കൊരു അടുത്തൊരു 6 മാസം കൂടി എടുത്തെന്ന് തോന്നുന്നു ആ ഒരു 10 kg കുറയ്ക്കാൻ. പക്ഷേ ഞാൻ നടക്കുമായിരുന്നു, നല്ലപോലെ നടക്കുമായിരുന്നു. ഒരു 10,000 steps ഡെയിലി ഞാൻ നടക്കുമായിരുന്നു. ഒരിക്കലും മുടക്കം വന്നിട്ടില്ല, ഒരു മടിയും എനിക്ക് വന്നിട്ടില്ല അത് കുറയ്ക്കാനായിട്ട്. ഞാൻ എൻ്റെ വേണ്ട ജങ്ക്, ഷുഗർ എല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തു. ഹെൽത്തി ആയിട്ടുള്ള വീട്ടിലുള്ള ആഹാരം തന്നെ, പുറമേ നിന്നൊന്നുമില്ല. വീട്ടിൽ അരിയാഹാരമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു, ചോറ് ഉൾപ്പെടെ എല്ലാം ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൺട്രോൾഡ് ആയിരുന്നു. കുറച്ചുകൂടെ വെജീസ് ആഡ് ചെയ്യാൻ തുടങ്ങി, ഫ്രൂട്ട്സ് ഇൻടേക്ക് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൻ്റെ എല്ലാം ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ടായിരുന്നു. പക്ഷെ അവർ പ്രോപ്പർ ഗൈഡൻസ് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു, ആദ്യം എൻ്റെ ഡയറ്റ്. പിന്നെ അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി. കാരണം നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇടും. അങ്ങനെയാണ് ഞാൻ ഫേസ് യോഗയിലേക്ക് എത്തിയത്. സ്കിൻ കെയർ ചെയ്തപ്പോൾ എനിക്ക് അത്രയും റിസൾട്ട് ഉണ്ടായി, ചെറിയ എക്സസൈസ് ചെയ്തപ്പോൾ എനിക്ക് അത്ര റിസൾട്ട് ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇത് പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് എനിക്ക് റിസൾട്ട് ഉണ്ടായി. ഞാൻ അത് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് വണ്ടർഫുൾ. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് കട്ടിങ് ഔട്ട് ഷുഗേഴ്സ്, പ്രൈമർലി ഷുഗർ, ഓയിൽ ആൻഡ് ജങ്ക്. ഞാൻ ജങ്ക് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നു.
ജങ്കിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? നമുക്കൊക്കെ വളരെ അല്ല, ബർഗർ, പിസ്സ അങ്ങനത്തെ ഒരു സാധനവും ഞാൻ കഴിക്കില്ല. ഓ ഓക്കെ. ഇപ്പോഴും ആരെങ്കിലും ബൈറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈകിട്ട് 4 മണിയാകുമ്പം എൻ്റെ ഫാദറിലോ മറ്റേ പഴംപൊരി തുടങ്ങിയ ഒരു ലോഡ് സാധനങ്ങൾ വെച്ചാൽ എല്ലാവരും കഴിക്കാൻ ഞാൻ തൊടത്തില്ലായിരുന്നു. തൊടൂല്ല. അതുപോലെ ഈ ജങ്ക് ഫുഡിന് മാത്രമല്ല, നമ്മുടെ ടൈമിംഗ് ഓഫ് ഫുഡ്. ഇപ്പം ചിലരുടെ ഇതിലൊക്കെ ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 100,000 ചിന്തകൾ മനസ്സിലേക്ക് വരിക. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ടൈപ്പ്. ഇപ്പം ആയുർവേദത്തിൽ തന്നെ പറയുമല്ലോ പലതരത്തിലുള്ള പിത്ത, കഫ, പട്ട. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടൈപ്പ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കാം. നമുക്ക് വിശപ്പ് വരുന്ന സമയം ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ മെറ്റബോളിസം ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്കൊരു ഫുഡിൻ്റെ റൂട്ടീനോ അല്ലെങ്കിൽ മണിക്കൂറിനനുസരിച്ച് നമ്മൾ കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരുന്നു. ഫോർ യു വാട്ട് ഹാസ് വർക്ക്ഡ്? ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഓരോ ആളുകൾക്കും ഇത് വ്യത്യാസമായിരിക്കും. അപ്പം ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആദ്യം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി PCOD, PCOS അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ അത് ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. അത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം എനിക്കറിയുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയോ ഡയറ്റ് ചെയ്തിട്ട് അവർക്ക് ഡിപ്രഷനൊക്കെ വരുന്നവരുണ്ട്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരിത്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് അന്നതൊരു പേർപ്പസ് ആയിരുന്നു, കുറയ്ക്കുക എന്നുള്ളതൊരു പേർപ്പസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയിരുന്നു മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് അത് ഹെൽത്തി ആയിട്ട് കുറയ്ക്കുക എന്നുള്ളത്. അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പം 2 ദോശ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതല്ല കഴിക്കുന്നത്, ആദ്യം എന്തെങ്കിലും ഒരു ഡ്രിങ്ക് എന്തെങ്കിലും കുടിക്കുമായിരുന്നു ഞാൻ. അപ്പം ആ സമയത്ത് ഞാനൊരു ഡ്രിങ്ക് പറയായിരുന്നു, ലൈം, ജിഞ്ചർ, അതുപോലെ തന്നെ നമ്മുടെ ജീരകം, ഇതെല്ലാം കൂടെ ബോയിൽ ചെയ്തിട്ട് കുറച്ച് തേൻ ഒഴിച്ചിട്ട് ഫസ്റ്റ് ഡ്രിങ്ക് ഇതായിട്ട് കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ബെല്ലി ഫാറ്റ് ഭയങ്കരമായിട്ട് കുറയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഇട്ട സമയത്ത് അതെൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് ഇതിന് നെഗറ്റീവായിട്ട് വന്നു. കാരണം അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന അത് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യില്ല. വെരി സ്വീറ്റ് പീപ്പിൾ. അത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കാരണം എനിക്ക് അത്രയും നാളും ഞാൻ കുടിച്ചിട്ട് എനിക്കത് സംഭവിച്ചിട്ടില്ല. സ്റ്റാർട്ട് എ ഡേ വിത്ത് വാട്ടർ അറ്റ്ലീസ്റ്റ്. ഏറ്റവും കുറഞ്ഞ ഒരു അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു വെള്ളത്തിലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ചായ, കോഫി ഇത് ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. ഞാൻ ഡെയിലി 5 to 8 കോഫിയോ ടീയോ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഒരിക്കലും ചായയിലും കോഫിയിലും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഫസ്റ്റ് തിങ് അതാണ്. സെക്കൻഡ്, ദോശ, ഇഡ്ഡലി എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ മാക്സിമം ഈ പറയണ പോലെ അതിൻ്റെയും ക്വാണ്ടിറ്റി ഒന്ന് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. 2 numbers ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. 11 o'clock ഞാൻ ഫ്രൂട്ട് ഇൻടേക്ക് കൊടുക്കുമായിരുന്നു. ഒരു 1:30 ഒക്കെ ആകുമ്പം റൈസ്, അന്ന് ഞാൻ ബ്രൗൺ റൈസ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ നോർമൽ നോർമൽ റൈസാണ് കഴിക്കുന്നത്. അതിനുശേഷം ഒരു 3 hours കഴിയുമ്പോഴത്തേക്കും വേറൊരു ഇൻടേക്ക്, ഒരു ജ്യൂസ് പോലെ ഇൻടേക്ക് കൊടുക്കുമായിരുന്നു. എല്ലാ പ്രോട്ടീനും എല്ലാ ന്യൂട്രിയൻസും ചെന്ന് തന്നെയാണ് ഞാൻ കുറച്ചിരുന്നത്. അത് എൻ്റെ സ്കിന്നിലും അറിയുന്നുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് കുറച്ചുകൊണ്ട് എനിക്ക് വേറെ സാഗിങ് ഒന്നും വന്നിരുന്നില്ല. ഓ, ദാറ്റ്സ് അമേസിങ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ടേഴ്സ് ഇല്ലേ പാർവതി, നമ്മൾ പലപ്പോഴും സ്ത്രീകളത് മനസ്സിലാക്കാതെ, ഇപ്പം ഞാൻ ഉൾപ്പെടെ എനിക്കൊന്നും എൻ്റെ രണ്ടാമത്തെ ട്വിൻസ് ഉണ്ടായ പിന്നെയാണ് എനിക്ക് ശരിക്കും വെയിറ്റ് ഞാൻ ഒത്തിരി ഗെയിൻ ചെയ്തത്. ആൻഡ് നമ്മൾ ഒരു പക്ഷേ ആ സമയത്ത് കുട്ടികളെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫേസിലൂടെ, എൻ്റെ കാര്യത്തിൽ 2 പേരായിരുന്നു, അപ്പോൾ ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഫേസിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ബോഡീനെയും നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കും. അത് ചിലപ്പോൾ ചിലർക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ അത്രയും കൂടെ കഷ്ടമാണ്. അപ്പോൾ വാട്ട് യു ഷോ ഇസ് ദാറ്റ് ബേസിക്കലി യു പ്രയോറിറ്റൈസ്ഡ് യുവർ ഹെൽത്ത് ആൻഡ് യുവർ സ്കിൻ കെയർ ആൻഡ് യുവർ ബോഡി. ആ സമയത്തും അച്ഛനെ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ യു കെപ്റ്റ് ദിസ് ഓൾസോ ആസ് എ പ്രയോറിറ്റി. കാരണം ഫേസ് യോഗ ഡെയിലി ഒരു 5 മിനിറ്റ് തൊട്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ പ്രോപ്പറായിട്ടും ഈ കാര്യങ്ങൾ കറക്റ്റായി പോകും. ആഹാരം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം മതി. നിങ്ങൾ പുറമേ നിന്ന് ഒരു 100 സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊന്നുമില്ല. വീട്ടിലുള്ള ആഹാരത്തിൽ ചില സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം. എസ്പെഷ്യലി സോൾട്ട് ആൻഡ് ഷുഗർ. ഈ രാത്രി ഞാൻ എത്രയോ നാളുകളായിട്ട് 6:37 എൻ്റെ ഡിന്നർ ഞാൻ കഴിയും. പക്ഷേ ഞാൻ സോൾട്ട് ഇൻടേക്ക് രാത്രി കൊടുക്കുന്നത് കുറവായിരുന്നു. കാരണം എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് സെൽഫായിട്ട് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത്, ഇൻഫ്ലമേഷനും പഫ്നെസ്സും സോൾട്ട് ഇൻടേക്കിൽ രാത്രിയിൽ എസ്പെഷ്യലി ഡിന്നറിൽ ഒരുപാട് വരുമ്പോഴത്തേക്കും വരുന്നുണ്ട്. ബ്ലോട്ടിങ് എനിക്ക് വരുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്പൈസി ഫുഡ് കഴിക്കുന്ന സമയത്ത് രാത്രിയിൽ, എസ്പെഷ്യലി ചിക്കനൊക്കെയാണ്, ചിക്കൻ കറിയായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ എനിക്ക് രാത്രി ആകുമ്പോൾ എനിക്ക് ബ്ലോട്ടിങ് വരുന്നുണ്ട്. അത് ഞാൻ പതുക്കെ കുറച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറേ വ്യത്യാസങ്ങൾ കണ്ടോണം. ഇത് ഞാൻ ചിന്തിക്കുക ശരിയാണ്. ദാറ്റ്സ് റൈറ്റ്. ഞാൻ എപ്പോഴും സ്പൈസി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് ഐ ഫീൽ ബ്ലോട്ടഡ് ദ നെക്സ്റ്റ് മോർണിംഗ്. എസ്പെഷ്യലി നമ്മുടെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു 4ൽ കൂടുതൽ ഹോർമോൺ ചേഞ്ചിൽ കൂടെ എല്ലാ മാസവും പാസ് ചെയ്യുകയാണ്. പല സിറ്റുവേഷനിൽ കൂടെ അവരുടെ മൈൻഡിൽ കൂടെ എന്തൊക്കെയാണ് പാസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു ടൈമിൽ നമ്മളെ
ടേക്ക് കെയർ ചെയ്തിട്ട് ഒരു റിസൾട്ട് കാണുമ്പം ഉറപ്പായിട്ടും ആ ഒരു ഒബ്സഷൻ വന്നു തുടങ്ങും. അപ്പോൾ സെൽഫായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങും. സെൽഫായിട്ട് കെയർ ചെയ്ത് അത് സെൽഫ് ലവ് ഉണ്ടാകുന്ന സമയത്ത് ബാക്കിയുള്ളവരിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എനർജി വ്യത്യാസമുണ്ട്. ഈ മെൻറ്റൽ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ യു ടു ടേക്ക് കെയർ ഓഫ്? ബിക്കോസ് യു ആർ ഇൻ എ വേ ഹെൽപ്പിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പം നമ്മൾ എന്ത് ഫിസിക്കൽ ചേഞ്ചസ് കണ്ടാൽ അതിന് റിപ്പിൾ എഫക്റ്റ് മെൻ്റലി ഉണ്ട്. ഫോർ യു പേഴ്സണലി ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് മെൻ്റലി അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മൾ നിൽക്കുന്ന എൻവയോൺമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എൻ്റെ ഭാഗ്യം കൊണ്ട് ടച്ച് വുഡ് എനിക്ക് വീട്ടിൽ ബാലുവേട്ടനാണെങ്കിലും ശരി, എൻ്റെ പേരൻസ് ആയിരുന്നെങ്കിലും ശരി, ബാലുവിൻ്റെ പേരൻസ് ആയിരുന്നെങ്കിലും ശരി, എന്നെ നല്ല രീതിയിലാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു സ്കിൻ കെയർ ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ട്. അത് കാരണം എനിക്ക് ഇവരെ ഏൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും സിറ്റുവേഷൻ ഇങ്ങനെയാണോ നിർബന്ധമില്ല. പക്ഷേ അവിടെയും കുഞ്ഞ് ഉറങ്ങിയതിന് ശേഷമാണെങ്കിലും നിങ്ങൾക്കായിട്ട് ഒരു 10 മിനിറ്റ് ഡെയിലി മാറ്റി വെക്കണം. അതൊരു എഫേർട്ടായിട്ട് തന്നെ എഫേർട്ടായിട്ട് ആദ്യം എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ചേഞ്ചസ് വന്നു തുടങ്ങും. ആ ഒരു ചേഞ്ചസ് വന്ന് അത് എനിക്ക് ഏകദേശം എൻ്റെ ഇപ്പം പല കാര്യങ്ങളും എൻ്റെ ചേച്ചി ലൈഫിൽ റിയലൈസ് ചെയ്തത് മേ ബി ഇറ്റ് ടുക്ക് ടൈം. പറയുന്ന പോലെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ഒരു കാര്യം പോലും എൻ്റെ ലൈഫിൽ ഞാൻ ആപ്ലിക്കബിൾ ആക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഒരു 8 വർഷത്തെ പരിശ്രമത്തിന് ശേഷമാണ് എനിക്ക് അത് എൻ്റെ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാൻ. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. ചില ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. അന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് അതിനെ എൻ്റെ ഒരു ദിവസം പോവായിരുന്നു. ഇറ്റ് ഹാപ്പൻസ്. എല്ലാ ദിവസവും പെർഫെക്റ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ദിവസങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. ചില ദിവസങ്ങൾ അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ നല്ലൊരു അമ്മയായിരിക്കും. ചില ദിവസം ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവൻ അവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇറ്റ്സ് ഓക്കെ എന്നൊരു കാര്യം ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആവണം എന്നില്ല, ഒരിക്കലും. ആരും പെർഫെക്റ്റ് അല്ല. ഒരു കാര്യങ്ങൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്നൊരു കാര്യം, നമ്മുടെ എഫേർട്ട് ഇടുക എന്നൊരു കാര്യമുള്ളൂ. ഒരുപാട് ഈ ഔട്ട്പുട്ട് വിചാരിച്ച് ചെയ്യുന്നതിനേക്കാൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ നല്ലപോലെ ചെയ്താൽ മതി. അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. ദെൻ യു ടോക്ക് അബൌട്ട് ബാലഗോപാൽ. മ്യൂസീഷ്യനാണ്, നിങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റാണ്. ആൻഡ് നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഞാൻ കാണുമ്പോൾ എനിക്ക് ബാലഗോപാൽ ശരിക്കും ഒരു ഗ്രീൻ ഫോറസ്റ്റ് തന്നെയാണ്. ഐ മീൻ എനിക്ക് ആ റീൽ ഭയങ്കര ഇഷ്ടം, ഭയങ്കരമായിട്ട് വൈറലായ റീലാണ്. ബാലഗോപാലിന് ആഹാരം വായി വെച്ച് കൊടുക്കണു, പാർവതി വായിച്ചു കൊടുക്കുന്നു, കുഞ്ഞിന് ബാലു ആഹാരം വായി വെച്ച് കൊടുക്കണം. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു റീലാണ്. അതുപോലെ തന്നെ എല്ലാ നിമിഷങ്ങളും കാണുമ്പോൾ എനിക്കറിയാം you can see the chemistry which is not for the camera. നിങ്ങൾ തമ്മിൽ ആ കെമിസ്ട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Tell me about this man in your life. എങ്ങനെയാണ്, how did this happen and how did you find him and what is your equation like with him? നമ്മളെ മനസ്സിലാക്കുന്നത് പോലെ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എനിക്ക് വിഷമം വരുന്ന സമയത്ത് ഒരുപാട് ആരും എന്നെ സമാധാനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. കാരണം എനിക്കറിയാം ആരും സമാധാനിപ്പിച്ചിട്ട് കാര്യമില്ല. അവിടുന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പിന്നെ എൻ്റെ ഒരു പോസ്റ്റായിട്ടിട്ട് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഒരു ഫോട്ടോ എവിടെയെങ്കിലും വന്നാൽ ഉറപ്പായിട്ടും ഞാനത് പ്രൊസീഡ് ചെയ്ത്, അത് സൈബർ ഒരു ലോ വഴി ആണെങ്കിലും ശരി, എൻ്റെ അനുവാദം ഇല്ലാതെ ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല. സംസാരിച്ച് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അത് ആദ്യമേ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് ഞാൻ പെട്ടെന്ന് ജഡ്ജ് ചെയ്തു. ഞാൻ ഒരു ബാലൻസ്, എനിക്ക് പ്രൊഫഷനും എൻ്റെ ഫാമിലി എനിക്ക് ഒരുപോലെയാണ്. ഞാൻ ഇങ്ങനെയാണ് അത് കൊണ്ടുവന്നത്. പക്ഷെ ബാലുവേട്ടനെ നോക്കുകയാണെങ്കിൽ ബാലുവേട്ടന് ടോപ്പ് പ്രയോറിറ്റി ഫാമിലിയാണ്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ബാലുവിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഭയങ്കര ജാടയാണ്. ചുമ്മാ റോഡിൽ കൂടെ നടക്കുമ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ ജഡ്ജി ചിരിച്ചുകൊണ്ട് നടക്കുന്നത് എന്നോട് ഒരു പ്രാവശ്യം ഒരു ചേട്ടൻ വന്ന് ചോദിച്ചൊരു കാര്യമാണ്.